ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ദേ ഇതാണ് പരിപാടി. കുറച്ച് പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കല്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലോ. അതും പിള്ളേരുടെ കൂടെ ഇരുന്ന്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ദേ നോക്കിക്കേ, നമ്മളിന്ന് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും ഭയങ്കര ഈസി ആയിട്ട്. ആദ്യം നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കാം. സ്ക്വയർ ഷേപ്പുള്ള 5 പേപ്പർ എടുക്കുക, ഈ കാണുന്ന പോലെ മടക്കുക, എന്നിട്ട് സെന്റർ ലൈൻ ചെയ്ത് മുകളിലോട്ട് മടക്കുക, പിന്നെ ഇങ്ങനെ ഈ സെന്റർ ഭാഗം ഗ്ലൂ ചെയ്യുക, എന്നിട്ട് ഇത് പുറത്തേക്ക് അൺഫോൾഡ് ചെയ്യുക. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. അങ്ങനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിക്കുക. ദേ സംഭവം റെഡി. എന്താ അല്ലേ? പിള്ളേർക്ക് ഇതിലും വലിയ സന്തോഷം വേറെ കാണില്ല കേട്ടോ. ഇടയ്ക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവരാണ് ഉണ്ടാക്കിയെന്നുള്ള ഒരു പ്രൗഡ് ഫീലൊക്കെ അവർക്ക് കിട്ടട്ടെ. ഇനി അടുത്തത് ഇത്. ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, 2 ഈക്വലി ഡിവൈഡ് ചെയ്യുക, ഗ്ലൂ ചെയ്യുക, ഒന്നുകൂടെ മടക്കുക, ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ T ഷേപ്പിൽ ഗ്ലൂ ചെയ്ത് സെറ്റ് ആക്കുക. അങ്ങനെ റിപ്പീറ്റ് അറ്റ്ലീസ്റ്റ് 20 ടൈംസ്. എന്താ അല്ലേ? സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇസെന്റെ ഇവന്റെ ക്യൂരിയോസിറ്റി കണ്ടില്ലേ? ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അവർ നോക്കുന്നത്, എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അവരും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മെന്റൽ ഗ്രോത്തും ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ ഇംപ്രൂവ് ആവുകയും ബ്രെയിൻ വികസിക്കുകയും ചെയ്യും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മൊബൈൽ അഡിക്ഷൻസ് ഉള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് സ്ലോലി ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓരോന്ന് ചെയ്യുമ്പോഴും നന്നായി പ്രോത്സാഹിപ്പിക്കാൻ മറക്കണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് ജഡ്ജ് ചെയ്യാനും പഠിപ്പിക്കാനും പോവുകയും ചെയ്യരുത്. ഇനി അടുത്തത് ഞാൻ എന്ത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. ഇതുപോലെ 10-20 പേപ്പർ എടുക്കുക, മടക്കുക, ഓരോന്നും ഇങ്ങനെ ഗ്ലൂ ചെയ്യുക, എന്നിട്ട് ഒരു റൗണ്ട് കൂടെ വരിക, ഇപ്രാവശ്യം സെന്ററിൽ ഗ്ലൂ ചെയ്യുക. സംഭവം റെഡി. എന്താ അല്ലേ? സിമ്പിൾ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ അല്ലേ? ദേ അടുത്തത് ചെയ്യുന്ന നോക്കിയേ. ഇമ്മ വെട്ടരുതേ. സംഭവം സിമ്പിളാണ്, ബട്ട് പിള്ളേർക്ക് ഇതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. ഇങ്ങനെയുള്ള കുഞ്ഞു സ്പാർക്കുകളാണ് ഇവരെ ഓരോ ടാലൻസും ഹാബിറ്റ്സും ഒക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ഒന്നിനും ഒരു കഴിവില്ല, ടാലന്റ് ഇല്ല എന്നൊക്കെ. ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാതിരുന്നാൽ എങ്ങനെയാ നമുക്ക് ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് മാത്രമല്ല കേട്ടോ, സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ് ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് പിള്ളേർക്ക് ഇതുപോലുള്ള എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അദ്ദേഹം അവർ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ അവർക്ക് എന്താ വേണ്ടത്, അവർക്ക് എന്താ ഇഷ്ടമുള്ളതെന്നൊക്കെ. നമ്മൾ ഇതിനുള്ള ഡോസ് ഒക്കെ തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലേ? അവർ തീരുമാനിക്കട്ടെ. അപ്പൊ ശരി, ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ പറ്റുന്നവരൊക്കെ പിള്ളേരുമായിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണേ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ.